കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ വാചകം ഇങ്ങനെയാണ്: ദ ബോർഡ് ആൻഡ് ഇസ് ഓഫീസേഴ്സ്. ബോർഡ് എന്നാണ്, ഭരണസമിതിയാണ് ബോർഡ് എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, PS പ്രശാന്ത് അധ്യക്ഷനായ ബോർഡ് ആൻഡ് ഇസ് ഓഫീസേഴ്സ് വെയർ ഫുള്ളി അവെയർ ദാറ്റ് മിസ്റ്റർ പോറ്റി വാസ് എ പേഴ്സൺ ഹു ഹാഡ് റിട്ടേൺ ദ ലെഫ്റ്റ് ഓവർ ഗോൾഡ്. കൈവശമുണ്ട് ഗോൾഡ് എമൗണ്ടിങ് ടു അപ്രോക്സിമേറ്റ്ലി ശ്രീത്ത് പറഞ്ഞ പോലെ 474.97 grams. Nevertheless, in flagrant disregard of both statutory and judicial mandates. ഗുരുതരമായ പരാമർശമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ദ ബോർഡ് പ്രൊസീഡഡ്, ബോർഡ് എന്നാണ് അവിടെയും പറയുന്നത്, ബോർഡ് പ്രൊസീഡഡ് ടു അപ്രൂവ് ദ റിമൂവൽ ഓഫ് ദ ആർട്ടിഫാക്ട്സ് thereby acting in conscious violation of the directions of this court എന്നാണ്. കോടതി അതിനു മുമ്പ് തന്നെ 2023 വിധിച്ചിട്ടുള്ളതാണ്. ദേവസ്വം മാനുവലിന് അനുസരിച്ച് പോകാമുള്ളൂ, സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകരുത്, അതുപോലെ തന്നെ കമ്മീഷണറെ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്ന്. ഇതൊന്നും ചെയ്യാതെ കംപ്ലീറ്റ് വയലേഷൻ, കോൺഷ്യസ് വയലേഷനാണ്, മനഃപൂർവ്വമുള്ള വയലേഷനാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോടതി പറയുമ്പോൾ അത് ബോർഡിന് നേരെയാണ്, നിലവിലെ ദേവസ്വം ബോർഡിന് നേരെയാണ്. ശരി, നിജേഷ്. വലിയ കള്ളൻ ആര്, ചെറിയ കള്ളൻ ആര് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പത്മകുമാറിന്റെ കാലത്തെ ഭരണസമിതി പ്രതിയായി, അതിനുശേഷം വന്ന ദേവസ്വം കമ്മീഷണർ, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു പ്രതിയായി. ഇനി പ്രശാന്തും പ്രതിയാവുന്ന സമയത്തിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ പ്രശാന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കുട്ടിയാണ്, നല്ല പിള്ളയാണ്, എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്, അദ്ദേഹത്തിന് ഹൈക്കോടതി ഇത് കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. 2 ആഴ്ച മുമ്പുള്ള ചർച്ചയിൽ മഞ്ജുഷെ, പ്രശാന്ത് പറഞ്ഞത് ഞാൻ ഹൈക്കോടതിയിൽ പോയി എന്റെ പരാമർശം നീക്കാൻ ഹർജി കൊടുക്കും, അറിയാതെ വന്നു പോയതാണ്. ആ ഹർജിയിൽ നീക്കം ചെയ്യപ്പെട്ടോ? ഇപ്പോ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ കുറെ കാലമായി ശബരിമലയിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായി കഴിഞ്ഞു. അത് സുവ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് ആരാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദി കസ്റ്റോഡിയൻ ആണ്. കസ്റ്റോഡിയൻ ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ 9.5 വർഷമായി ആരാണ് ഭരണസമിതി എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന സർക്കാരാണ് ആ ഭരണസമിതി. ഞാൻ എന്റെ ജീവിതത്തിൽ കളവിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനെ അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നമ്മുടെ പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും പ്രശാന്തനാണെങ്കിലും ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിനെ നിയമിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രി ഇന്നാരാണ്? വാസവനാണ്. നേരത്തെ ഉള്ള ഇടതുപക്ഷ ദേവസ്വം മന്ത്രിമാരാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഇതിപ്പോ പിടിക്കപ്പെട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാം, ഇത് യാദൃശികമായി പിടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇത് കാലം കഴിഞ്ഞു പോയേനെ. ശബരിമലയിലെ ചെമ്പായും സ്വർണം കട്ടുകൊണ്ടുപോയ അവസ്ഥയിലായിരുന്നു. വളരെ യാദൃശികമായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ 40 വർഷത്തെ ഗ്യാരണ്ടി കാർഡിന്റെ കഥയൊക്കെ പറഞ്ഞത്. ഇല്ലെങ്കിൽ 40 വർഷത്തിന്റെ ഗ്യാരണ്ടി കാർഡ് ആരറിയാനാ? ആരും അറിയാൻ പോകുന്നില്ല. ഇതിനു മുമ്പുള്ള ഗ്യാരണ്ടി കാർഡുകളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. ഇന്നും റെലവെന്റ് ആയ ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അതിനകത്ത് വന്നു? ഒരു മറുപടി നമുക്ക് കിട്ടിയോ? ഈ കാലം വരെ കിട്ടിയോ? മറ്റുള്ളവരൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ മറ്റവരൊക്കെ ആവട്ടെ, ഒരു കാരണവശാലും അതിനകത്ത് വരാൻ പാടില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അതിനകത്ത് വന്നു? 2, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ മോഷണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടും എത്ര കാലം അയാൾ പുറത്തുകൂടി നടന്നു? ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം സമയം, സാഹചര്യം അദ്ദേഹത്തിന് കിട്ടി? അതിലൊക്കെ ഉത്തരവാദിത്തമാരാണ്? എന്തുകൊണ്ടാണ് കേസ് ഇങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിശ്ചയിക്കുന്നത് വരെ, ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നത് വരെ, ഹൈക്കോടതിയുടെ പരാമർശം വരുന്നത് വരെ സർക്കാർ എന്ത് ആക്ഷനാണ് ഈ കാര്യങ്ങൾ എടുത്തത്? സർക്കാർ ആക്ഷൻ എടുത്തിട്ടില്ല. പിന്നെ ഈ വിഷയം വന്ന സമയത്ത് ഇടതുമുന്നണിയുടെ ആദ്യത്തെ പ്രസ്താവന എന്താ? ആദ്യത്തെ പ്രസ്താവന ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുണ്ട്, ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കാളിത്തമില്ല. പിന്നീട് ദേവസ്വം ബോർഡ് 8ാം പ്രതിയായും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് 3ാം പ്രതിയായിട്ടൊക്കെ കേസ് വന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയോ? ദേവസ്വം ബോർഡ് പ്രതിയാവുക എന്ന് പറഞ്ഞാൽ സർക്കാരല്ലേ അതിന്റെ പ്രതി. യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡിനെ പിൻവലിക്കുക, ഈ മരവിപ്പിക്കുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്നതിന് പകരം ഈ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകാനാണ് ഈ സർക്കാർ തീരുമാനിച്ചത്. ഇനിയും എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, കളവുണ്ട് എങ്കിൽ, പഴുതുണ്ട് എങ്കിൽ അത് അടയ്ക്കാനുള്ള, മൂടാനുള്ള അവസരമാണ് ദേവസ്വം ബോർഡ് കൊടുക്കുന്നത്. സർക്കാർ രാജ്യമുണ്ട് എങ്കിൽ, സർക്കാർ സത്യസന്ധമാണെങ്കിൽ, സർക്കാർ സുതാര്യമാണ് എങ്കിൽ ഈ ദേവസ്വം ബോർഡിനെ എന്നോ പുറത്താക്കേണ്ടിയിരുന്നു. നമ്മൾക്കൊക്കെ അറിയാം, ഈ ചർച്ചയ്ക്കകത്ത് ആദ്യഘട്ടങ്ങളിൽ വന്നത് ദേവസ്വം ബോർഡിലെ മെമ്പർമാരായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ല, അയ്യപ്പ സംഗമത്തിന്റെ അന്ന് ഒരു 3 ദിവസം ഇതിനകത്ത് ചർച്ച വന്ന സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ കുത്തിക്കയറ്റമാണ് ചർച്ചയ്ക്ക്. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? ഇപ്പൊ എവിടെ പോയി അവരൊക്കെ? അത് മാത്രമല്ല, ഞാൻ ഈ പ്രശാന്തിലേക്ക് മാത്രം പോകുന്നില്ല. കാരണം വാസു ഓൾറെഡി പ്രതിയായി.
വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതായത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു പ്രസിഡന്റായ കാര്യത്തിലേക്ക് വന്നിട്ടില്ല. അതും ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ എന്തായാലും ഉണ്ട്. അന്ന് ഈ സ്വർണം ബാക്കിയുണ്ട് എന്ന് കാണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇമെയിൽ അയക്കണമെന്ന്. അന്ന് എൻ വാസു ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേവസ്വം കമ്മീഷണർ പോസ്റ്റിലെ അവസാന മാസം 2019 മാർച്ച് മാസം അദ്ദേഹം കൊടുത്ത ഒരു ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഈ അത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയല്ല, വാതിൽപ്പാളികളിലെ സ്വർണം പൂശുവാനുള്ള ആ ഉത്തരവ്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ആ കേസിൽ പ്രതിയായിരിക്കുന്നത് എൻ വാസു. പിന്നെ ഈ പ്രശാന്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് കെട്ടിച്ചമച്ചതാണ് അന്നത്തെ, അതായത് ഈ അർജൻസി ഉണ്ടായിരുന്നുവല്ലോ 2024 ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾക്ക്